മന്ത്രത്തിന് നിഗ്രഹ ശക്തി ഉണ്ട്. ഒരാൾ തെറ്റായിട്ടുള്ള വിധി പ്രകാരമുള്ള പൂജ പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അല്ലാണ്ട് കാണുന്നവരെ മുഴുവൻ തല പിടിച്ച് ചെവിയിൽ ബാലാമന്ത്രം ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇന്ന് ഒരുപാട് പേര് ബാല ജപിച്ചിട്ട് പ്രശ്നമായിട്ടുള്ള എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം. ഞാൻ കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഈ ബാലാമന്ത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. പെട്ടെന്ന് പറഞ്ഞാൽ എഫക്റ്റ് ചെയ്യും. ഈ സാധനത്തിന് ഇതിൻ്റെ കൂടെ ശാപോദ്ധാരണ മന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. പാലാഴി കടയുന്ന ഒരു കഥ പറയുമല്ലോ. അമൃത് വന്നു, കാളകൂട വിഷം വന്നു. ആദ്യം വന്ന് കാളകൂട വിഷമല്ലേ. അപ്പം അതെടുത്ത് കുടിക്കാൻ ഒരു നീലകണ്ഠനെ അവിടെ ഉണ്ടാക്കി വെക്കണം. ഇതൊന്നും അറിയാതെ ബാലാമന്ത്രം ജപിച്ചിട്ട് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുള്ള എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം. അല്ലാതെ ഓൺലൈനിലൂടെ കണ്ണടച്ചിരിക്കൂ, നിങ്ങൾക്ക് ഞാൻ മന്ത്രം പറഞ്ഞു തരുന്നു, ഒരു ഉണ്ടയായിട്ട് മന്ത്രം വന്ന് ഹൃദയത്തിൽ കയറുന്നത്, അങ്ങനെയൊക്കെ ദീക്ഷ കൊടുക്കുന്നപ്പോൾ. അപ്പോൾ ഈ പ്രണവമാണ് ആദി ബീജം എന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസ്കൃതം ദേവഭാഗരി ലിപിയാണ് ഭാഷ. സംസ്കൃതത്തിനെക്കാട്ടും മുമ്പുണ്ടായതാണ് തമിഴ്. ഇപ്പോൾ ഒരു ദേവത ഉണ്ടായാലും എന്താ ഗ്രാനൈഡും AK-47 ഒക്കെ ഉണ്ടാവുക. ഇപ്പോൾ ഉള്ള ആയുധം അതല്ലേ. അതെ. ഇപ്പം എന്താണ് ഈ ആയുധം? ഇത് ക്ഷേത്രപൂജ സമ്മിശ്രമായിട്ട് വരുന്ന മിശ്ര സമ്പ്രദായം എന്നതിന് പറയാം. വൈദികം, ആഗമം, തന്ത്രം, ഇത് മൂന്നും കൂടി കൂട്ടി കുഴച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പം നമ്മളിവിടെ തന്ത്രം എന്ന് പറഞ്ഞിട്ട് അവലംബിക്കുന്നത്. ഓൺലൈൻ ഗുരുക്കന്മാരെ മൊത്തം നമ്മൾ കുറ്റം പറയും. എന്നിട്ട് ഓൺലൈനിൽ ഇരുന്നിട്ടാണ് കുറ്റം പറയാന്നുള്ളത് മറന്നു. പണ്ട് നമ്മൾ മൊബൈൽ യൂസിനെ പറ്റിയിട്ടൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് മൊബൈൽ ഫോണിൽ വീഡിയോ ഇടുമല്ലോ. അതെ, അതേപോലെയാണ്. അങ്ങനെയാണെങ്കിൽ അവർ കത്തെഴുതി അയക്കട്ടെ, എന്തിനാ മൊബൈൽ യൂസ് ചെയ്യുന്നേ? ഇത് യൂസ് ചെയ്താൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ പേടിപ്പിക്കുന്ന കുറേ ഗുരുക്കന്മാരപ്പോൾ ഉള്ളത്. അതായത് ശാസ്ത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ ശിഷ്യനൊരു സംശയം ചോദിച്ചു, അടുത്ത സെക്കൻഡ് ഗുരു ചൂടാകും. എന്നോട് ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞിട്ട് ഗുരുവിനോട് മിണ്ടാൻ വയ്യ, മിണ്ടിക്കഴിഞ്ഞാൽ അടിക്കുക ഗുരു. അപ്പോൾ ഇത് ഗുരുകുല സമ്പ്രദായം എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഇയാൾക്ക് അറിയാത്തതുകൊണ്ട് അയാൾ പിടിച്ചടിക്കുന്നേ. ഇയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ? അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ അറിവ് വേണം. ഒരാൾ തെറ്റായിട്ടുള്ള വിധി പ്രകാരമുള്ള പൂജ പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അയാൾക്ക് അതിൻ്റെ ദുരിതം വരും. ആ മന്ത്രം ജപിച്ചാൽ ഇപ്പം അതും ഈ പറഞ്ഞ പോലെ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു, മന്ത്രത്തിന് നിഗ്രഹ ശക്തി ഉണ്ട്. അയാൾക്ക് ജീവിതത്തിൽ ഈ നിഗ്രഹ ശക്തി മാത്രമേ അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഈ അനുഗ്രഹ ശക്തി എന്താണെന്ന് ഈ അനുഗ്രഹം അറിയാൻ പറ്റാത്തത് ഈ ഗുരു എന്ന് പറയുമ്പോൾ നമ്മൾ ഗുരുവിന് എത്ര മഹത്വമുണ്ട് ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഗുരുവിന് അറിവുള്ളൊരു ഗുരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ ആരും അറിയാത്ത ആളുമായിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം വളരെ സിമ്പിളായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഒരു തോർത്തുകൊണ്ടൊക്കെ കൊടുത്ത് വളരെ സിമ്പിളായിട്ടായിരിക്കും, പക്ഷെ അവർക്ക് നല്ല ജ്ഞാനം ഉണ്ടാവും, ഡെപ്തിലുള്ള നോളജ് ഉണ്ടാവും. ഞാൻ ഈ പദ്ധതികളൊക്കെ പഠിക്കുന്നതും നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇത് റിസർച്ച് ചെയ്തെടുക്കുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, കണ്ടാൽ നമുക്കൊന്നും തോന്നുകയില്ല, പക്ഷേ ഒരു വേഷഭൂഷാദികളും കാണില്ല, പക്ഷെ നോളജ് ഉണ്ടല്ലോ ഭയങ്കര ഡെപ്തിലായിരിക്കും, ഭയങ്കര ഡെപ്ത് നോളജ്. എന്ത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും ഇപ്പം ഞാൻ പറയാം. ഇപ്പം ഞാനിരുന്ന് പറയാം മന്ത്രരത്ന മഞ്ജുഷ, മന്ത്രമഹോദതി, പിന്നെ അതുപോലെ ശ്രീവിദ്യയുടെ പറയുവാണെങ്കിൽ തന്ത്രരാജതന്ത്രം, മഹാനിർവാണ തന്ത്രം, ഇങ്ങനെ കുറേ ഗ്രന്ഥത്തിൻ്റെ പേര് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ പറയും ഈ ഗ്രന്ഥത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല, കാരണം ആർക്കും അറിയില്ല അത്. മനസ്സിലായോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുന്നത്. മന്ത്രമഹോദതിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ മഹോദതി എടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ആ ശ്ലോകം എടുത്ത് കാണിച്ച് ഉദ്ധരിച്ച് സംസാരിക്കണം. അത് വേണ്ടേ? വേണം. അപ്പം അങ്ങേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഗ്രന്ഥം വല്ലതും അറിയോ? ഇല്ല. ഞാനിവിടെ ഇരുന്ന് പറയാം മന്ത്രമഹോദതിയിൽ പറഞ്ഞിട്ടുണ്ട് മുടി ഇങ്ങനെ ചീവി വെച്ചാൽ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അത് അതിൽ പറഞ്ഞാണോ? അല്ല. അങ്ങ് കേൾക്കുമ്പോൾ വിശ്വസിക്കും, ശരിയാണല്ലോ, ഞാൻ മുടി ഇങ്ങനെ ചീവിയോണ്ടാണോ എനിക്ക് കുഴപ്പമായത് എന്ന് വിചാരിച്ച് മുടിയൊക്കെ മുട്ടടിക്കാൻ മന്ത്രമഹോദതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ മഹോദതി എന്ന് പറയുന്ന ഗ്രന്ഥത്തെ എടുത്ത് കൊണ്ടുവന്ന് സംസാരിക്കട്ടെ. ഈ ഗ്രന്ഥം എടുത്തിട്ട് ഇതിനകത്ത് ഇന്ന ശ്ലോകം, ഇപ്പം നമ്മളെല്ലാം പറയും ആദി ശബ്ദം എന്ന് പറഞ്ഞാൽ പ്രണവമാണ് അല്ലേ? ഓംകാരം. ശാരദാതിലക തന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു തന്ത്രമുണ്ട്. ശബ്ദ ബ്രഹ്മോത്പത്തി എന്ന് പറഞ്ഞിട്ടൊരു പടലമുണ്ട്, ഒന്നാമത്തെ പടല. അതിനകത്ത് ഈ ശബ്ദം എങ്ങനെ വരുന്നു, ഈ മഹാസ്ഫോട സിദ്ധാന്തം ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നത്, ബിഗ് ബാങ് തിയറി. അപ്പോൾ ഒരു പോയിന്റ് നിന്ന് ഇതിങ്ങ് വികസിക്കുകയാണ്, പൊട്ടിത്തെറിയല്ല. ആ വികസിക്കുന്ന ശബ്ദത്തെ ട്വം എന്ന് പറയും. അമൃത ബീജം എന്നതിന് പേരുമുണ്ട്. അമൃത ബീജമാണ് ആദി ബീജം. ഈ ട്വം എന്നുള്ള സൗണ്ടിൽ നിന്നാണ് ഓം ഉണ്ടായത്. അപ്പോൾ ഈ ആദി ബീജം പ്രണവം എന്നാണല്ലോ നമ്മളെല്ലാവരും പറയാം. പ്രണവത്തിന് മുമ്പ് ഈ അമൃത ബീജം, അത് ശാരദാതിലക തന്ത്രം ശബ്ദബ്രഹ്മോത്പത്തി എന്ന് പറയുന്ന ഒരു പടലത്തിൽ എങ്ങനെ ശബ്ദമുണ്ടായി, ഈ മന്ത്ര ചൈതന്യങ്ങൾ എങ്ങനെ നമ്മളിൽ എഫക്റ്റ് ചെയ്യും എന്നതിന് കൃത്യമായിട്ടുള്ള വിവരണങ്ങളുണ്ട്. അപ്പം ഇപ്പം ഒരു മന്ത്രം ഉച്ചരിച്ചാൽ ആ ശബ്ദം എങ്ങനെ അങ്ങയുടെ ശരീരത്തിനെ ബാധിക്കും എന്നതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ല, വേണേൽ അതെടുത്ത് കൊണ്ടുവച്ചിട്ട് ഞാൻ കാണിക്കാനും തയ്യാറാണ്. അതിനകത്ത് പറയുന്നത് ബിഗ് ബാങ് തിയറി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സൃഷ്ടിയുടെ എനർജി, അതായത് ഒരു പോയിന്റിൽ നിന്ന് ഇതിങ്ങനെ വികസിച്ച് വരിക അല്ലേ? അങ്ങനെയാണല്ലോ ബിഗ് ബാങ് തിയറി പറയുന്നത്.
അപ്പോൾ ഈ എക്സ്പാൻഷൻ്റെ ശബ്ദം ഇതിങ്ങനെ ഒറ്റയടിക്ക് വികസിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ശബ്ദം എന്നുള്ള രീതിക്ക് ട്വം എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് ഉണ്ടാകുന്നു, ഒരു പൊട്ടിത്തെറിയുടെ സൗണ്ട് പോലത്തെ ശബ്ദമാണ്. ഈ ട്വം എന്ന് പറയുന്നതിന് ആദി ബീജം അമൃത ബീജം എന്ന് പറയും, എല്ലാ ബീജങ്ങളുടെ ഉദ്ഭവമാണ്. ഈ ട്വം എന്നുള്ള സൗണ്ടിൽ നിന്നാണ് ഓം എന്നുള്ള ശബ്ദത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പ്രണവമാണ് ആദി ബീജം എന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംസ്കൃതം ദേവഭാഗരി ലിപിയാണ് ഭാഷ. സംസ്കൃതത്തിനെക്കാട്ടും മുമ്പുണ്ടായതാണ് തമിഴ് അല്ലേ? ഭാഷയുടെ പഴക്കമൊന്നും എടുത്ത് നോക്കി നോക്കൂ. അപ്പോൾ പണ്ട് കാലത്ത് ഗ്രന്ഥലിപി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പം അവിടെ നിന്നൊക്കെയാണ് ഈ സംസ്കൃതമൊക്കെ ഡീവിയേറ്റ് ചെയ്ത് വന്നത്. നമ്മൾ ഈ വിചാരിച്ച് മനസ്സിലാക്കി വെച്ച സാധനങ്ങളൊന്നുമല്ല, അതിന് മുമ്പിലേക്ക് ഇറങ്ങാൻ പറ്റണം. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, കുന്തവും വാളും. ഇപ്പോൾ ഒരു ദേവത ഉണ്ടായാലും എന്താ ഗ്രാനൈഡും AK-47 ഒക്കെ ഉണ്ടാവുക. ഇപ്പോൾ ഉള്ള ആയുധം അതല്ലേ? അപ്പം എന്താണ് ഈ ആയുധം, എന്തിനിത് കൊടുത്തു, ഇതെങ്ങനെയുണ്ടായി, ഇതിനെക്കുറിച്ചൊക്കെ ഡെപ്തിൽ നോളജ് വേണം. എന്നിട്ടൊരു ശിഷ്യനെ പഠിപ്പിക്കട്ടെ. ഒരു ശിഷ്യൻ പഠിച്ചിറങ്ങുമ്പോൾ അയാൾക്ക് വ്യക്തമായിട്ടുള്ള ബോധം വേണ്ടേ, ഞാൻ ചെയ്യുന്നത് എന്താ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, മറ്റൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ ഇതിന് ക്ഷുതി സംഭവിക്കും തീർച്ചയായിട്ടും അല്ലേ. കുറേ കഥ പറഞ്ഞു കൊടുക്കാൻ ആർക്കും കഴിയും. അങ്ങ് പഠിപ്പിക്കുന്ന വിധിപ്രകാരങ്ങൾ എത്തരത്തിലാണ്? അതായത് ഇപ്പം എന്തൊക്കെയാണ് നൽകുന്നത്? ഇപ്പം തന്ത്രശാസ്ത്രപരമായിട്ടാണെങ്കിൽ എന്തൊക്കെയാണ് പഠനത്തിൽ നൽകുന്നത്? അതോ പൂജാവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ? ഈ പൂജാവിധാനങ്ങളും തന്ത്രശാസ്ത്രവും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മളിവിടെ ക്ഷേത്ര പൂജയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇതിപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ക്ഷേത്രപൂജ സമ്മിശ്രമായിട്ട് വരുന്ന മിശ്ര സമ്പ്രദായം എന്നതിന് പറയാം. വൈദികം, ആഗമം, തന്ത്രം, ഇത് മൂന്നും കൂടി കൂട്ടി കുഴച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പം നമ്മളിവിടെ തന്ത്രം എന്ന് പറഞ്ഞിട്ട് അവലംബിക്കുന്നത്. ഇതല്ലാണ്ട് ഇതിന് വേറെ 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 എക്സാക്റ്റ് ആയിട്ടുള്ള ഫോംസ് ഉണ്ട്. ഇപ്പോൾ വൈദിക പ്രകാരം വേദത്തിനും ഇതേപോലെ തന്നെ ഒരുപാട് പ്രയോഗവശങ്ങളുണ്ട്. അപ്പം അതിലിപ്പോൾ നമ്മൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നു അല്ലേ? ഭാഗ്യസൂക്തം എന്തിനാ? ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി ചെയ്യാം. പുരുഷ സൂക്തം എന്തിനാ ചെയ്യുന്നത്? പുരുഷൻ ഉണ്ടാവാനോ? അപ്പോൾ ഇത് പറഞ്ഞാൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരിയാകുന്ന ശരീരത്തിനകത്തിരിക്കുന്ന ഈശനാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം പുരുഷൻ. അപ്പോൾ ഇതൊന്നുമല്ല. ഇതിലിപ്പം സഹസ്രശീർഷ പുരുഷ, സഹസ്രാക്ഷ, സഹസ്രപാത്, സഭൂമിം എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ട്, എന്താ പറയുക, ഋക്ക്. ആ ഋക്കിനെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ജപിച്ചാൽ നമുക്ക് ഓരോരോ പെർട്ടിക്കുലർ കാര്യത്തിനായിട്ട് ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ പ്രയോഗവശം. മനസ്സിലായോ? ഒരു തോക്ക് കൈ കിട്ടിയെന്ന് വിചാരിക്കുക, ഇതെങ്ങനെ വെടിവെക്കണ്ടേന്ന് അറിയാണ്ട് ഇതും പിടിച്ച് ഇന്ത്യയിൽ തോക്കുണ്ട് എന്ന് പറയുന്നതിന് വല്ല ഗുണമുണ്ടോ? ഇല്ല. ഇതിനെ പ്രയോഗിക്കാൻ പഠിക്കണ്ടേ? അപ്പോൾ ഈ പ്രയോഗവശങ്ങളാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പം അങ്ങ് വരികയാണ്, അങ്ങേക്കിപ്പോൾ ഒരു ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ പഠിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഉടനെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ എല്ലാവരും പിടിച്ചിട്ട്, ഇപ്പം മുമ്പ് ഇതേപോലെ ഒരാൾ പറഞ്ഞു നമുക്ക് ശ്രീവിദ്യയ്ക്കൊരു പടിയുണ്ട് അല്ലേ, ഗണപതി, ബാല, പഞ്ചദശി, അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ ഭദ്രകാളി കൊടുക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇതാര് പറഞ്ഞതാ? ഇത് ഒരു സമ്പ്രദായത്തിൻ്റെ ക്രമമാണ്. മനസ്സിലായോ? മൂലാധാരത്തിൽ മഹാഗണപതിയിൽ തുടങ്ങിയിട്ട് ഉച്ഛിഷ്ട ഗണപതിയിൽ അവസാനിക്കുന്ന ഒരു ശ്രീവിദ്യാ സമ്പ്രദായമുണ്ട്. മൂലാധാരത്തിൻ്റെ അധിപനാണല്ലോ ഗണപതി. സഹസ്രതലത്തിൽ ഉച്ഛിഷ്ട ഗണപതിക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻ്റ് ഒരുപാട് തരത്തിലുള്ള തന്ത്രശാസ്ത്രങ്ങളുണ്ട്. ഇതിൽ അങ്ങേക്ക് ഉതകുന്നത് ഏതാണെന്ന് കണ്ടെത്തണം ആദ്യം. ആ രീതിയിൽ അങ്ങ് ഉപാസിച്ചിട്ടേ കാര്യമുള്ളൂ. അത് അങ്ങേക്ക് ശ്രേഷ്ഠമായിരിക്കും, അങ്ങേക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും. അല്ലാതെ ഉപാസിച്ചാൽ വെറുതെ ആയുസ് തീരുള്ളൂ. ഒരു കാര്യം എങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് പറ്റിയതാണ് എന്ന് അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ മന്ത്രങ്ങളെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇത് നമ്മൾ ജ്യോതിഷപരമായിട്ട് ഇത് വളരെ ഡെപ്തിൽ അനലൈസ് ചെയ്തെടുക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാണ്ട് കാണുന്നവരെ മുഴുവൻ തല പിടിച്ച് ചെവിയിൽ ബാലാമന്ത്രം ഉദ്ദേശിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇന്ന് ഒരുപാട് പേര് ബാല ജപിച്ചിട്ട് പ്രശ്നമായിട്ടുള്ള എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം? ഞാൻ കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഈ ബാലാമന്ത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ടക്കെന്ന് പറഞ്ഞാൽ എഫക്റ്റ് ചെയ്യും. ഈ സാധനത്തിന് ഇതിൻ്റെ കൂടെ ശാപോദ്ധാരണ മന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. വിഘ്നഹര മന്ത്രം, ശാപോദ്ധാരണ മന്ത്രം, ഉത്കീലന മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മന്ത്രമുണ്ട്. ഒരു സൗണ്ട് നമ്മളിപ്പം ഈ പാലാഴി കടയുന്ന ഒരു കഥ പറയുമല്ലോ, അമൃത് വന്നു കാളകൂട വിഷം വന്നു. ആദ്യം വന്ന കാളകൂട വിഷമല്ലേ? അപ്പം അതെടുത്ത് കുടിക്കാൻ ഒരു നീലകണ്ഠൻ അവിടെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഒരു മന്ത്രം നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഉള്ളിൽ നിന്ന് ഇളകി വരും. അതിനെ കൺട്രോൾ ചെയ്യാനാണ് ഈ പറയുന്ന മറ്റൊരു ശബ്ദതരംഗങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെ ബാലാമന്ത്രം ജപിച്ചിട്ട് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുള്ള എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കാരണം ഇത് പെട്ടെന്ന് കയറി എഫക്റ്റ് ചെയ്യും മാനസിക തലത്തിന്. ഇന്ന് പെട്ടെന്നാണ് ഈ ദീക്ഷകളൊക്കെ കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അത് കൊടുക്കാൻ അറിയാത്തതുകൊണ്ട്. ദീക്ഷാ പഞ്ചവിധം കലു എന്ന് പറയുന്നു. 5 തരത്തിലുള്ള ദീക്ഷകളുണ്ട്. ദൃക്മയി, വാങ്മയി, സ്പർശമയി, ജ്ഞാനമയി, വർണ്ണമയി. ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ് ക്രിയാമയി ദീക്ഷ. അതിനാണ് നമ്മൾ കലശമൊക്കെ പൂജിച്ചത്. ഇതിൽ ഏത് വിധത്തിൽ വേണമെങ്കിലും കൊടുക്കാം.
മനസ്സിലായോ? അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ ക്രമമുണ്ട്. ഇപ്പോൾ ദൃക്ദീക്ഷ, ഇപ്പോൾ ഓൺലൈനിലൊക്കെ കൂടി സ്പർശദീക്ഷ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് ദീക്ഷ കൊടുക്കും. ദൂരെ ഇരിക്കുന്ന ശിഷ്യനെ ദീക്ഷിക്കാൻ വിധിയുണ്ട്. ഓൺലൈനിൽ നമുക്ക് ദീക്ഷിക്കാം, പക്ഷേ അത് സ്പർശദീക്ഷയോ മന്ത്രദീക്ഷ പറഞ്ഞു കൊടുക്കലോ അല്ല. അതിനാണ് വർണ്ണമയി ദീക്ഷ എന്ന് പറയും, ജ്ഞാനമയി ദീക്ഷ എന്ന് പറയും. അത് ശിഷ്യനെ സങ്കല്പം കൊണ്ട് കൊടുക്കുന്ന ദീക്ഷയാണ്. അതിനൊരു ക്രമമുണ്ട്. വെറുതെ സങ്കല്പിച്ച് ഞാൻ എന്താ പറയുക, ഇപ്പം അങ്ങേക്ക് ദീക്ഷ തരാമെന്ന് വിചാരിക്കുക, ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ അങ്ങയുടെ ഉള്ളിലേക്ക് മന്ത്രം പോകുന്നു എന്ന് വിചാരിക്കലല്ല. എങ്ങനെ സങ്കല്പിക്കണം എന്നുള്ളതിന് ക്രമമുണ്ട്. മൂലാധാരത്തിൽ നിന്ന് ആ വർണ്ണങ്ങളെ ഉയർത്തുന്നതും അതിൽ ഓരോ അക്ഷരങ്ങൾ ഓരോ ആധാര ചക്രങ്ങളിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യിക്കുന്നതിനൊക്കെ ആയിട്ട് ഒരു ദീക്ഷാക്രമം ഗുരുവും ശിഷ്യനും ഒരേപോലെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യേണ്ട ചില ക്രമങ്ങൾ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പറഞ്ഞ ഗ്രന്ഥങ്ങൾ പറഞ്ഞുതരാം. സൗഭാഗ്യരത്നാകരത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന മന്ത്രമഹോദതിയിൽ പറയുന്നുണ്ട്, ശ്രീവിദ്യാരണത്തിലെ ദീക്ഷാപടലം എടുത്ത് നോക്കിയത് മനസ്സിലാവും. ഇതൊന്നും ഞാൻ എനിക്ക് ഉണ്ടാക്കി പറയുന്നല്ല, എൻ്റെ കഥകളല്ല ഇതൊന്നും, ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞ ആ ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന് കാണിക്കാനും ഞാൻ തയ്യാറാണ്. അങ്ങനെ കൊടുക്കാൻ അറിയുന്നൊരു ഗുരുവാണെങ്കിൽ ദൂരത്തിരുന്ന് ദീക്ഷ കൊടുക്കാം. അല്ലാതെ ഓൺലൈനിലൂടെ കണ്ണടച്ചിരിക്കൂ, നിങ്ങൾക്ക് ഞാൻ മന്ത്രം പറഞ്ഞു തരുന്നു, ഒരു ഉണ്ടയായിട്ട് മന്ത്രം വന്ന് ഹൃദയത്തിൽ കയറുന്നത്, അങ്ങനെയൊക്കെയാണ് ദീക്ഷ കൊടുക്കുന്നത്. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു വെളിച്ചം അങ്ങനെ ഉരുണ്ട് കയറിയിട്ട് ഹൃദയത്തിൽ വന്ന് വീഴുക. അപ്പം പിന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഈ അറിയാത്ത രീതിയിൽ ദീക്ഷ കൊടുക്കുക മിസ്ലീഡ് ചെയ്യുകയാണ് വല്ലാതെ. അപ്പം സഹസ്രനാമത്തെ കുറിച്ചിട്ട് ഘോരം പ്രസംഗിക്കുക അല്ലേ, ലളിതാ സഹസ്രനാമം ജപിപ്പിക്കുക, പിന്നെന്താ പറയുക, ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുക, ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഇതുകൊണ്ട് ഈ പാരായണം ചെയ്തിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ലളിതാ സഹസ്രനാമം ജപിക്കുക എന്ന് വിചാരിച്ചു, നിസ്സാര ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. നാമപാരായണ പ്രീത നന്ദി വിദ്യാ നടേശ്വരി, എന്താണ് നാമപാരായണ പ്രീത എന്ന് പറയുന്ന മന്ത്രത്തിൻ്റെ അർത്ഥം? പൊതുവെ സംസ്കൃത പണ്ഡിതന്മാരൊക്കെ പറയുക എന്താ? അറിയില്ല. നാമപാരായണം എന്ന് വെച്ചാൽ നാമം പാരായണപ്പെടുന്നവൾ പ്രീതിപ്പെടുന്നവൾ അല്ലേ. അപ്പോൾ ദേവിയുടെ നാമസങ്കീർത്തനങ്ങൾ പാടൂ, അതിൽ പറയുന്നത് കേട്ടില്ലേ, അങ്ങനെയൊക്കെയല്ലേ പറയാ. നാമം പാരായണം ചെയ്യുന്നതിനാൽ പ്രീതിപ്പെടുന്നവളാണ് ദേവി, അത് കേൾക്കൂ. ഇതല്ല, ഇത് ശ്രീവിദ്യാതന്ത്രത്തിൽ ഷഡ്പാരായണ ക്രമം, ഷഡ്പാരായണമല്ല അല്ലാതെ ബൃഹത് പാരായണമൊക്കെ ഉണ്ട്. ഇതിൽ നാദപാരായണം, ഘടികാപാരായണം, തത്വപാരായണം, നാദപാരായണം, മന്ത്രപാരായണം, നാമപാരായണം, ഇങ്ങനെ 6 പാരായണമുണ്ട്. ഇതിൽ ഒരു പാരായണമാണ് നാമപാരായണം എന്ന് പറയുന്നത്. ഈ പാരായണം ചെയ്യുന്നതുകൊണ്ട് പ്രീതിപ്പെടുന്നവൾ എന്നാണ് പറയുന്നത്. മറ്റേ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇതിന് ഓരോ സഹസ്രനാമത്തിൻ്റെ ഓരോ ക്രമത്തിനും ഓരോരോ ഉപാസനാ ക്രമങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രീമാത്രേ നമ എന്ന് പറയുന്ന മന്ത്രത്തിനകത്ത് ഒരു ബീജാക്ഷരത്തെ സമ്പുടീകരിച്ച് വെച്ചിട്ടുണ്ട്. ആ മന്ത്രത്തെ എങ്ങനെ ഉപാസിക്കണം, ലളിതാ സഹസ്രനാമം ഓരോ കാര്യത്തിന് വേണ്ടി എങ്ങനെ ജപിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ഫുടിത സമ്പുടിതം. ഈ 1001 പേരുകളും ഈ 1001 പേരുകളും പലതരത്തിലുള്ള സാധനകളും പലതരത്തിലുള്ള ഉപാസനാ ക്രമങ്ങളുമാണ്. അത് എല്ലാ സഹസ്രനാമവും അതെ, ലളിതാ സഹസ്രനാമം മാത്രമല്ല. ഞാനിപ്പം പൊതുവേ കോമൺ, ഇപ്പം മഹാസുദർശന സഹസ്രനാമം ഒന്നും പറഞ്ഞാൽ ആർക്കും അറിയില്ല അല്ലേ, ആരും ചെയ്യാറില്ല. ലളിതാ സഹസ്രനാമം ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്, എല്ലാവരും ലളിതാംബിയൻ്റെ മേത്താണ് ഇപ്പോൾ. ഒന്നെങ്കിൽ ലളിത അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം, ഇത് രണ്ടുമാണ് കൂടുതലും. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ സഹസ്രനാമം ജപിക്കുന്നതിൽ നിങ്ങൾക്ക് അസുഖം മാറാനാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഐശ്വര്യം വരാൻ സഹസ്രനാമം ജപിക്കണം. വെറുതെ ഇരുന്ന് ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ജപിച്ചാൽ ഐശ്വര്യം വരില്ല.